ഒരു വഴിക്ക് നബി തങ്ങൾ അങ്ങനെ നടന്നു പോകുന്നു. അപ്പോഴാണ് ആരോ ഒന്ന് തന്നെ വിളിക്കുന്നു നബി തങ്ങളെ. നബി തങ്ങൾ തിരിഞ്ഞു നോക്കി, ആരെയും കാണുന്നില്ല. വീണ്ടും മുന്നോട്ട് പോകുന്നു. അപ്പോഴും നബി തങ്ങളെ ആരോ വിളിച്ചു. തിരിഞ്ഞു നോക്കി, ആരെയും കാണുന്നില്ല. വീണ്ടും നബി തങ്ങൾ മുന്നോട്ട് പോകുന്നു. അതറക്തനി യാ റസൂലല്ലാ, എന്നെ ഒഴിവാക്കിയോ നബിയെ അങ്ങ്? നബി തങ്ങൾ തിരിച്ച് നടന്നു. നോക്കുമ്പോൾ ഒരു മാന്, അത് ഒരു വേട്ടക്കാരൻ ഒരുക്കിയ കെണിയിൽ കുടുങ്ങിയതാ. നബി തങ്ങൾ വേഗം വന്നു. ആരുടേതാണ് ഈ കെണി എന്ന് അന്വേഷിക്കുന്നു. ഒരാൾ സന്തോഷത്തോടെ കടന്നു വന്നു. അയാൾ ഒരുക്കിയതാണ് ആ കെണി. മാന് പറയുന്നു വിഷമത്തോടെ, മുത്തുനബിയെ, ആ മലയുടെ താഴ്വാരയിൽ എൻ്റെ മക്കളുണ്ട്. പാല് കാത്ത് അവർ വിഷമിക്കുന്നുണ്ടാകും എന്നെ കാണാതെ. അല്പസമയം എന്നെ ഒന്ന് വിട്ടാൽ ഞാൻ പോയി പാല് കൊടുത്ത് തിരിച്ചു വരാം. നബി തങ്ങൾ ഇത് പറയുമ്പോൾ ആ വേട്ടക്കാരൻ പൊട്ടിച്ചിരിക്കുകയാ. എന്ത് വിഡ്ഢിത്തമാ നിങ്ങൾ പറയുന്നത്? നബിയാണെന്ന് അയാൾക്കറിയില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനം നബി തങ്ങൾ ജാമ്യം നിൽക്കുന്നു. ആ മാന് തിരിച്ചു വന്നില്ലെങ്കിൽ ഞാൻ ജാമ്യം നിൽക്കുന്നു, എന്നെ നിങ്ങൾക്കെടുക്കാം. അയാൾക്ക് സന്തോഷമായി. അടിമയുള്ള കാലമാണ്. മാന് പോയാൽ പോട്ടെ, ഒരാളെ കിട്ടിയല്ലേ. സന്തോഷത്തോടെ അയാൾ തുറന്നു വിട്ടു. തുള്ളിച്ചാടി മാൻ അതിൻ്റെ കുഞ്ഞുങ്ങൾക്കരികിലെത്തി. അല്പം ധൃതി പിടിച്ചപ്പോൾ കുഞ്ഞുങ്ങൾ അന്വേഷിക്കുന്നു, എന്തേ ഇന്നിത്ര ധൃതി? മുത്തുനബി തങ്ങളെ ജാമ്യം നിർത്തിയിട്ടാണ് ഞാൻ വന്നത്, അതുകൊണ്ട് വേഗം കുടിക്കൂ, മുത്തുനബി തങ്ങളെ മോചിപ്പിക്കണം. ആ കുഞ്ഞുമക്കൾ പറയുന്നു, വേണ്ട, മുത്തുനബി തങ്ങളെ ജാമ്യം നിർത്തിക്കൊണ്ട് ഞങ്ങൾക്ക് പാല് വേണ്ട, നമുക്ക് പോയി മുത്തുനബിയെ മോചിപ്പിക്കാം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മാൻകൂട്ടം അങ്ങനെ ഓടി വരികയാ മുത്തുനബിയുടെ അരികിലേക്ക്. ഇത് കണ്ട അയാൾ അത്ഭുതപ്പെടുന്നു. ആരാണ് ഈ മനുഷ്യൻ? കൂടെയുള്ളവർ പറഞ്ഞു, ഇതാണ് മുഹമ്മദ് മുസ്തഫ. അദ്ദേഹം വിശ്വസിക്കുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക മുഹമ്മദുർ റസൂലുള്ളാഹ്. വിശ്വാസത്തിൻ്റെ തെളിനീരിലേക്ക് ആ സഹോദരൻ കടന്നു വരികയാണ്. ഇതല്ലേ ലോകത്ത് ഇസ്ലാം വ്യാപനം കൊണ്ടത്? മുത്തുനബി തങ്ങൾ എല്ലാവർക്കും മുത്തുനബി തങ്ങളെ പരിചയപ്പെടുത്തിയത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. സർവ്വലോകത്തിനും അനുഗ്രഹമായിട്ടല്ലാതെ നബിയെ അങ്ങേ നാം നിയോഗിച്ചിട്ടില്ല. എല്ലാവർക്കും അനുഗ്രഹം. എല്ലാ പ്രയാസപ്പെടുന്നവർക്ക് നബി തങ്ങൾ താങ്ങായുണ്ട്, തണലായുണ്ട്. അവിടുന്ന് പഠിച്ചതാണ് സ്വഹാബത്ത്. മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക, മറ്റുള്ളവർക്ക് കരുണ ചെയ്യുക, അത് മുത്തുനബിയിൽ നിന്ന് പഠിച്ചതാണ് സ്വഹാബ.